കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വൈഫൈ സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിനെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം ഡാറ്റയുടെ ഉപയോഗം കുറയ്ക്കുന്ന രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇനി ഫ്രീ വൈഫൈ നമുക്ക് ലഭ്യമാകുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി 216 പ്രധാന സ്റ്റേഷനുകളിൽ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഒരു 700 കോടി ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഇത് മറ്റ് ഒരു 1200 സ്റ്റേഷനിലൂടെ കൊണ്ടുവരിക, അങ്ങനെ 7300 സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മളെ ഡിജിറ്റൽ ഇന്ത്യയുടെ ആൾക്കാർ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത്തരത്തിലൊരു ഫ്രീ വൈഫൈ സംവിധാനം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ഓപ്പൺ വൈഫൈ സംവിധാനം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതോടുകൂടി യാത്രക്കാർക്ക് ട്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കാനും അതേപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും സഡനായിട്ട് കിട്ടാനൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാക്കാം. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത വെബ്സൈറ്റിൽ തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പല റെയിൽവേ ട്രെയിൻ ടൈമിങ്ങുകളും കറക്റ്റ് സമയത്തല്ല. അപ്പോൾ ഞാനൊക്കെ അത് കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു വൈഫൈ സംവിധാനം വരുന്ന സമയത്ത് ട്രെയിൻ കറക്റ്റ് എവിടെ എത്തി എന്നുള്ളതൊക്കെ ഒന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ വൈഫൈ സംവിധാനം ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വൈഫൈ ലഭ്യമാക്കുന്നത് വഴി യാത്രക്കാർക്കും അതേപോലെ തന്നെ ഉൾനാടുകളിലെ പ്രദേശവാസികൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് പദ്ധതിയിൽ കണക്കാക്കപ്പെടുന്നു. പ്രാദേശിക തലത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഉൾനാടുകളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വൈഫൈ സേവനം നൽകുന്നതിന് പിന്നിലുണ്ട്. ഗ്രാമീണ മേഖലയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഡിജിറ്റൽ ബാങ്കിംഗ്, ആധാർ ജനറേഷൻസ്, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സർക്കാർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുന്ന വൈഫൈ സേവനത്തോടുകൂടിയ ബൂത്തുകളും സ്ഥാപിക്കുമത്രേ. പൊതു വൈഫൈ സേവനം ലഭിക്കുന്ന ഹോട്ട്സ്പോട്ടുകളായിരിക്കും ഈ ബൂത്തുകൾ. ഇ കൊമേഴ്സ് പോർട്ടലുകൾ ഉപയോഗിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾക്കും പ്രദേശവാസികൾക്ക് ഈ ബൂത്തുകളെ ആശ്രയിക്കാം. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഈ ബൂത്തുകൾ സ്ഥാപിക്കുക. പ്രാദേശിക തലത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന്റെ പുറകിലുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഓപ്പൺ വൈഫൈ സംവിധാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോവുകയാണ്, അത്യാവശ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൈഫൈ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റെയിൽവേയുടെ വൈഫൈ കാണാം. ഇനി ഇങ്ങനെ ഓപ്പൺ വൈഫൈ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാർണിംഗ് കൂടി തരികയാണ്. ചില സമയത്ത് ചില വൈഫൈ ആയിട്ട് നമ്മുടെ ഫോൺ കണക്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് ചോർത്തുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വൈഫൈ കണക്ഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഫ്രീ നെറ്റ് അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട. ഓക്കെ, ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.